ത്തിലുള്ള അവസ്ഥയിലാണ്. ഖുർആൻ ഖത്മ് തീർക്കാനും ഏറ്റവും ശ്രേഷ്ഠമായ അവസ്ഥ നിസ്കാരത്തിലെ അവസ്ഥയിലാണ്. ഖുർആൻ ഓതാൻ, അതുകൊണ്ടല്ലേ നീണ്ട ഖുർആൻ ഓതാൻ തന്നെ ഒരു നിസ്കാരം വെച്ചത്. അതാണ് തറാവീ നിസ്കാരം തന്നെ. അപ്പോൾ പരമാവധി എത്ര ചുരുക്കാൻ പറ്റുന്ന നോക്കുക. നീണ്ട ഓത്തോതി നിസ്കരിക്കാനാണ് ആ നിസ്കാരം തന്നെ വെച്ചത്. അതുകൊണ്ടല്ലേ ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് ഉമർ റളിയല്ലാഹു ആരെ ഇമാമാക്കി നിർത്തിയത്? അലന്തർ കൈഫ് ഓതുന്ന ആളല്ല. ഉമർ റളിയല്ലാഹുവിനെ ഇമാമാക്കി നിർത്തിയത് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹുവിനെയാണ്. അത് ആരാ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു? സ്വഹാബിമാരിൽ കൂട്ടത്തിൽ നിങ്ങൾ ഖുർആൻ എന്റെ ശേഷം കേട്ട് പഠിക്കണം, ഓതി പഠിക്കണം എന്ന് നബി തങ്ങൾ നിർദ്ദേശിച്ച 6 പേരിൽ ഒരാളാണ് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു. അവരിൽ നിന്ന് ഖുർആൻ കേട്ട് പഠിക്കണം എന്ന് തങ്ങൾ നിർദ്ദേശിച്ചു. അവരെയാണ് ഇമാമാക്കി നിർത്തിയത് നീണ്ട ഖുർആൻ ഓതാൻ. നീണ്ട ഖുർആൻ ഓതി പിറ്റേന്ന് ആൾ കൊണ്ടിരും അല്ലേ? നീണ്ട ഖുർആൻ ഓതേണ്ട സമയമാണത്. നമ്മളെ പ്രദേശങ്ങളിലും മറ്റുമൊക്കെയാണ് കുറഞ്ഞ ആൾക്കാർക്കും പ്രദേശങ്ങൾക്കും ആൾക്കാർക്കാണ് ഇത് കേൾക്കാൻ മടി. പുറത്തൊക്കെ നിങ്ങൾ പോയി നോക്കൂ, 90-93 വടിയും കുത്തിയിട്ട് 20 റക്അത്ത് തറാവീഹ് 1.25 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ നിസ്കരിക്കുന്നുണ്ട്. നമുക്ക് ഫുഡിങ്ങിന് യാതൊരു തകരാറുമില്ല. 105 വയസ്സായാലും അത് സജീവാണ്. റെഡി ആയിട്ട് നടക്കും. അതിനൊരു പോസ്റ്റർ എടുക്കേണ്ട ആളവിടെത്തും. അപ്പോ സഹോദരങ്ങളെ, ഇബാദത്തിൽ ഖുർആനുമായുള്ള ബന്ധം അത് കുറക്കരുത്. ശ്രേഷ്ഠമായ സമയങ്ങളിൽ ഒരു പേജെങ്കിലും നമ്മൾ ഓതണം എന്നാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? പല ആളുകളും അത്തായത്തിന് ഭക്ഷണം കഴിക്കാൻ കണക്കാക്കി 20 മിനിറ്റ് മുമ്പ് എഴുന്നേറ്റ് തട്ടിക്കൊടഞ്ഞ് എങ്ങനെയൊക്കെയോ റെഡിയാക്കി ഒന്ന് കുറച്ച് ഭക്ഷണം കഴിച്ച് വെള്ളം കുടിച്ച് ഗ്ലാസ് അവിടെ വെച്ച് ഒന്ന് കൊപ്പിളിക്കുമ്പോഴേക്ക് മൈക്ക് മുട്ടി വാങ്ങിക്കൊടുത്ത്. അങ്ങനെ ആകരുത്, അങ്ങനെ ആകാൻ പാടില്ല. അത്തായം കഴിഞ്ഞിട്ടും ഒരു 50 ആയത്ത് ഓതുന്ന ഖദർ എന്ന് പറഞ്ഞാൽ ഒരു 20 മിനിറ്റ് ശേഷിക്കണം. ഭക്ഷണം കഴിഞ്ഞ ഉടനെ വാങ്ങിക്കൊടുക്കുന്ന തരത്തിലേക്ക് അത്ര അടുപ്പിക്കാൻ പാടില്ല. ഒരു 2 റക്അത്തെങ്കിലും ഓരോ രാത്രി പതിവാക്കുക. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. തറാവീഹിന്റെ 2 റക്അത്തല്ല പറഞ്ഞിട്ടോ, സ്വലാത്തുൽ ലൈലിലെ 2 റക്അത്തെങ്കിലും. എന്നിട്ട് ഒരു പേജ് 1-2 പേജെങ്കിലും ആ സമയത്തുള്ള ഖുർആന്റെ ഓത്തിന്റെ മഹത്വം കിട്ടാൻ വേണ്ടിയിട്ട് എത്ര ഓതാൻ കഴിയോ അത്രയും ഓതണം. എത്ര ദിക്റെല്ലാം പറ്റുമോ അത്രയും ദിക്റണം. അവരൊന്നും ഓതിയതുപോലെ നമുക്ക് ഓതാൻ കഴിയില്ലെങ്കിൽ കുറച്ചെങ്കിലും അഫ്ളലായ സമയത്ത് ഓതിയതിന്റെ ഒരു മഹത്വം നമുക്കും കിട്ടണ്ടേ? കുറച്ചെങ്കിലും നമ്മൾ ഓതുക. 1 ജുസ് 2 ജുസുവൊക്കെ നേരത്ത് ഓതുന്ന ഒരുപാട് ആലിമീങ്ങൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അള്ളാഹു അവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. ഏത് സമയത്തറിയോ? സുബഹിന്റെ മുമ്പ്. അത്തായം കഴിച്ചു കഴിഞ്ഞിട്ട് 1 ജുസു 2 ജുസൊക്കെ ഓതുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. അവരൊക്കെ നോക്കുമ്പോൾ നമ്മളെ കാര്യങ്ങൾ അന്വേഷിച്ച് നോക്കുമ്പോൾ കുറവല്ലേ? അതുകൊണ്ട് ചെറിയ രൂപത്തിലെങ്കിലും ഉമ്മമാരെ, സഹോദരങ്ങളെ, ഖുർആനുമായുള്ള ബന്ധം കൂടുതൽ സ്ഥാപിക്കണം. എന്നും ഖുർആനുമായിട്ട് ഉള്ള ബന്ധം വേണം. എന്നും ഖുർആൻ നോക്കി ഓതണം. ഖുർആൻ നോക്കിയിട്ടുള്ള ഓത്ത് എന്നും നടക്കണം. ഇമാം നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞു സഹോദരിമാരോട്, അവരോട് ഞാൻ പ്രത്യേകം പറയട്ടെ, നവവി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നും ഖുർആൻ നോക്കി ഓതണം എന്ന് പറയുമ്പോൾ തടസ്സമാകുന്ന ഒരു കൂട്ടരാണ് സഹോദരിമാർ. എന്നും കഴിയില്ലല്ലോ. കാരണം മാസത്തിൽ ഒരു 5 ദിവസം 6 ദിവസം ഖുർആൻ ഓതാൻ പറ്റാത്ത, തൊടാൻ പറ്റാത്തൊരു സമയം വരൂലേ? പക്ഷെ അപ്പോഴും മഹാനവറുകൾ പറഞ്ഞു, ഖുർആനിലേക്ക് നോക്കുന്നതിന് തടസ്സമില്ലല്ലോ, നോക്കാലോ. നോക്കുന്നതിന് എന്താ കുഴപ്പമുള്ളത്?